വേനലവധിക്കാലം കഴിഞ്ഞ് കോളേജ് തുറന്നു. അമ്മുവും ഗൗരിയും കോളേജിൽ അവരുടെ ക്ലാസ്സിൽ കയറിയിരുന്നു. ആ ക്ലാസ്സിലെ BBC അഞ്ജലി ഓടി വന്നു. എല്ലാവരും ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ കോശി സാർ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇനി മുതൽ പുതിയ ആളാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. ഷോ, കഷ്ടമായി പോയല്ലോ. ആകെ ഈ ഒരു ക്ലാസ്സിലാണ് കിടന്നുറങ്ങുന്നത്, അതും പോയി കിട്ടി. അമ്മ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ഗൗരിയോടായി പറഞ്ഞു. അതിനവൾ അമ്മുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഹോ, തുടങ്ങി അവളുടെ ഒരു ചിരി. അല്ലെങ്കിൽ നിന്നെ പോലത്തെ ഭുജികൾക്ക് ആരും വന്നാലും പോയാലും ഒന്നുമില്ലാന്ന് എനിക്കറിയാം. എൻ്റെ അമ്മു. ഗൗരി എന്തോ പറയാൻ വന്നു. പെട്ടെന്ന് ക്ലാസ് നിശബ്ദമായി. അവരുടെ കൂടെ വരുന്ന മിസ്സിനെ HOD കണ്ട് അവരെല്ലാവരും എണീറ്റ് നിന്നു. ഡിയർ സ്റ്റുഡൻസ്, കോശി സാർ പോയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ സാറിന് പകരമായിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വന്നാണ് ശ്രീദേവി മിസ്. അപ്പോൾ ഇനി നിങ്ങൾ പരിചയപ്പെട്ടുള്ളൂ. അത് പറഞ്ഞ് HOD പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗൗരിക്ക് ഒറ്റ നോട്ടിൽ തന്നെ ശ്രീദേവി വളരെയധികം ഇഷ്ടപ്പെട്ടു. മിതമായി സംസാരിക്കുന്ന ഒരു 30-നോടത്ത് പ്രായമുള്ളൊരു സ്ത്രീ. മുഖത്ത് വല്ലാത്തൊരു സ്ത്രീത്വം ഉണ്ടായിരുന്നു. അവർ വളരെ മനോഹരമായി തന്നെ എല്ലാവരെയും പരിചയപ്പെട്ട് ക്ലാസ് എടുത്ത് അവസാനിപ്പിച്ചു. കോളേജ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു ഗൗരി അമ്മുവിനെയും കാത്ത്. അപ്പോഴാണ് ശ്രീദേവി മിസ് അവിടെ അടുത്തേക്ക് ചെന്ന്. എന്താണ് കുട്ടി, വീട്ടിലേക്ക് പോകാറില്ലേ? പോവാണ് മിസ്, എൻ്റെ ഫ്രണ്ട് സ്കൂട്ടി എടുക്കാൻ പോയതാ. അതെയോ, തൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് ഇവിടെ അടുത്താണ്. മിസ് എങ്ങനെയാണ് പോകുന്നത്? ഞാൻ എൻ്റെ 2 വീലറാണ് വന്ന്, അത് എടുക്കാൻ വേണ്ടി പോവാം. അപ്പോഴാണ് താന് വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ശ്രീദേവി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അപ്പോഴേക്കും അമ്മ സ്കൂട്ടിയായിട്ട് എത്തി. എന്നാൽ മിസ്, നാളെ കാണാം കേട്ടോ, ഞങ്ങൾ ഇറങ്ങുക. ശരിയാണോ, ഞാനും ഇറങ്ങുക. പരസ്പരം പുഞ്ചിരിച്ച് 3 പേര് യാത്ര പറഞ്ഞു പോയി. കയ്യിലിരുന്ന മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് അവൻ ഗൗരിയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ഹലോ ദീപക്, കുറേ നേരമായി വന്നിട്ട്? അല്പസമയം, പക്ഷെ കാര്യൻ്റെതാണല്ലോ, അതുകൊണ്ട് എത്ര നേരം വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പറയൂ ഫ്രെഡി, എന്തൊക്കെയാ പ്ലാനിങ്? ഒന്നീ പഴിച്ചാൽ പിന്നെ നമ്മളാരും ജീവനോടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം മറുപുറത്ത് കാശിനാഥനും ഫാമിലിയാണെന്ന് ഓർമ്മയാണ്. കാശിനാഥൻ മാത്രമല്ല, അവിടെയുള്ള ഓരോ പുരുഷന്മാരും വളരെ സ്ട്രോങ്ങാണ്. ശാരീരികമായും സാമ്പത്തികമായും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്നവരാണ് അവർ. അറിയാം ദീപക്, അവരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആ മിനിസ്റ്റർ, അയാൾ കാരണം എനിക്കുണ്ടായത് കോടികളുടെ നഷ്ടമാണ്. അതിന് ചുക്കാൻ പിടിച്ച് കാശിനാഥൻ, പിന്നെ ആ കളക്ടർ ആരവ്. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. ആ കുടുംബം തന്നെ നശിച്ച് ചാമ്പലാക്കണം. അതിനുള്ള കരുക്കളാണ് ഞാൻ കുറച്ചു കാലമായി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഞാനൊന്ന് പോലീസിൻ്റെ പിടിയിലായി, അതും കാശിനാഥൻ വഴി. അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാ അവൻ്റെ അന്ത്യം. ഇനി അവൻ ഈ പൂമുഖത്ത് വേണ്ട. അവനെപ്പോലത്തെ ഒരൊറ്റക്കൊമ്പനെ നിലക്കിർത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. ഒടുവിൽ എനിക്ക് കിട്ടിയൊരു തുറുപ്പ് ചീട്ട്, ഗൗരി, കാശിനാഥൻ്റെ ഭാര്യ. മതി, ഇതു മതി. അവനെപ്പോലത്തെ ഒരു വൻ വൃക്ഷത്തെ കടപുഴകി വീഴ്ത്താൻ പറ്റിയ കേൾപ്പുള്ള ഒന്നാത് ഗൗരി എന്ന പേര് പോലും. ഇനി ഫ്രെഡിയുടെ കാല. ഫ്രെഡി വന്യതയാർന്ന മുഖത്തോടെ ദീപുവിനോടായി പറഞ്ഞു. നോക്കൂ ഫ്രെഡി, നമ്മൾ തമ്മിൽ ഡീൽ എന്താണെന്ന് വെച്ചാൽ നിനക്ക് കാശി, എനിക്ക് ഗൗരി, അത് നീ മറന്നു പോയരുത്. ഫ്രെഡി ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് ദീപക്, ഞാൻ ഒരിക്കലും മറക്കില്ല. ഗൗരി, നിനക്ക് അവളെ കിട്ടിയിരിക്കും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ എന്താ പ്ലാനിങ് എന്ന് വെച്ചാൽ തുടങ്ങിക്കോളൂ, ബാക്കിയൊക്കെ പിന്നീട്. അതും പറഞ്ഞ് ഇരുവരും കൈ കൊടുത്ത് പിരിഞ്ഞു. കാശിയേട്ടാ, എന്താ വേണ്ടേ? കാശിയേട്ടാ ഉറങ്ങിയോ? ആ, ഉറങ്ങി. എൻ്റെ കൈ പീച്ചെടുത്തോ നീ? ഹോ, മനുഷ്യനെ നീറിയിട്ട് വയ്യ. ഇങ്ങോട്ട് താണി, നിന്റെ വിരൽ കള്ളിയങ്ങോട്ട് നീലേ. ഇനി നീ അങ്ങനെ നടക്കണ്ട, നഖമല്ല ഞാനിന്ന് വെട്ടി നശിപ്പിക്കുവേടി. അതും പറഞ്ഞ് കാശിയോടെ കയ്യിൽ കയറി പിടിച്ചു. പ്ലീസ് പ്ലീസ് കാശിയേട്ടാ, എൻ്റെ പൊന്ന് കാശിയേട്ടനല്ലേ, ഞാനിനി പിച്ചില്ല. നല്ല കുട്ടനല്ലേ, വെട്ടല്ലേ, കഷ്ടപ്പെട്ട് വളർത്തിയതാ. നിന്റെ ഒരു കഷ്ടപ്പെടൽ നോക്കടി, എൻ്റെ പുറത്തേക്ക് നോക്ക്, പുറം മുഴുവൻ മാന്തി പൊളിച്ച് വെച്ചേക്കുവാ. അത് പിന്നെ ഞാൻ മാത്രമല്ലോ, കാശിയേട്ടനും എൻ്റെ. ഗൗരി പറയാൻ വന്ന് പതിയെ നിർത്തിക്കൊണ്ട് അവനൊന്ന് പരിഭ്രമത്താൽ നോക്കി. പറയുവണ് നിന്റെ. അവരെ നുണക്കുഴികൾ കാട്ടിയുള്ള കുസൃതിച്ചിരിക്കേണ്ടതും അവളുടെ മുഖം അറിയാതെ ചുവപ്പ് രാശി പടർന്നുകൊണ്ടേയിരുന്നു. ഒന്നുമില്ല, എന്തെങ്കിലും ഒന്ന് പറയും, കാത്തിരിക്കാം, പോയി അവിടുന്ന്. അതും പറഞ്ഞ് ഗൗരി അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. നോക്കട്ടെ, എൻ്റെ പെണ്ണിനെ നാണം ഞാനൊന്ന് കണ്ടോട്ടെ. നീ കാശിയേട്ടാ വെറുതെ ഇരിക്കൂട്ടോ. അല്ല, നീ ഇപ്പം എന്താ പറയാൻ വന്ന്? അത് പിന്നെ കോളേജിൽ ഒരാഴ്ചയായി പുതുതായിട്ടൊരു മിസ് വന്നിട്ടുണ്ട്, ശ്രീദേവി എന്ന പേര്. പേര് പോലെ തന്നെ ആൾ കാണാനും സുന്ദരിയാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടായി. ഈ വരുന്ന ഞായറാഴ്ച ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? വെറുതെ, മിസ്സിനെ അറിയില്ല, നമ്മുടെ കോളേജാണെന്ന്. എന്നെ അമ്മുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കരുതി ഞായറാഴ്ച വീട്ടിലേക്ക് ക്ഷണിക്കാമെന്ന്. ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞു, പിന്നീട് ഞങ്ങൾ നിർബന്ധപ്രകാരം വരുന്നു. പാവ കാശിയേട്ടാ, മിസ്സിന് അമ്മയില്ല, പ്രായമായിട്ടുള്ളൊരു അച്ഛൻ മാത്രമേ ഉള്ളൂ. പിന്നെ വിവാഹം കഴിഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ വിധവയാണ്, കുട്ടികളും ഇല്ല. ആണോ? കഷ്ടമായിപ്പോയി അല്ലേ? അതെ, മിസ്സിൻ്റെ കാര്യം നിൽക്കട്ടെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് പച്ചക്കറിയാ, വാടി ഇവിടെ. അതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് കാശി അവളുടെ മേലേക്കോ അവൻ്റെ മേലേക്കോ ഇട്ടു. അല്ല ഗൗരി,
ഞാനിതാ മാണിക്യമംഗലം എന്ന് പറയുന്നത് വീണ്ടും മുമ്പിലുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടാണ് വരേണ്ടത്? മിസ് അവിടുന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ആ ശരി. അല്പസമയം കഴിഞ്ഞു തൻ്റെ പുറകിലായി ഗേറ്റ് ഓർക്കുന്ന ശബ്ദം കേട്ടതും ശ്രീദേവി തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവളിൽ അതിശയം ജനിച്ചു. അല്ല, നീ എന്താ നമ്മുടെ കോളേജ് ഓണറുടെ വീട്ടിൽ? അതൊക്കെയുണ്ട്. ആദ്യം മിസ് ഇങ്ങോട്ട് വന്നേ. ഇല്ല, ഞാനില്ല, എനിക്ക് പേടിയാ. ഷോ, ഈ മിസ്സിൻ്റെ ഒരു കാര്യം, ഇങ്ങോട്ട് വന്നേ. അതും പറഞ്ഞ് ഗൗരി ശ്രീദേവിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി. പഴമയും പുതുമയും കലർന്ന മാണിക്യമംഗലം തറവാട് കണ്ട് ശ്രീദേവിയുടെ കണ്ണു തള്ളി. എൻ്റെ കുട്ടി, നീ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നെ കൊണ്ട് എത്തിച്ച്. കോളേജ് ഓണർമാരുടെ വീട്ടിലേക്കാണോ നീ എന്നെ കൊണ്ടുവരുന്നത്? അപ്പം നീ ഇവിടുത്തെ കുട്ടിയാണോ? കോളേജിൽ ആരും പറഞ്ഞിട്ട് അറിഞ്ഞില്ലല്ലോ എൻ്റെ കൃഷ്ണ. ശ്രീദേവിയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ഗൗരിക്ക് ചിരി വന്നു. എൻ്റെ മിസ്സേ, ഇവിടെയുള്ള ഒരു മനുഷ്യർ തന്നെയാണ്, ആരും മിസ്സിനൊന്നും പറയില്ല. അത് പറഞ്ഞ് ശ്രീദേവി പിടിച്ചു വലിച്ച് അവൾ ഹാളിലേക്ക് കൊണ്ടുപോയി. മുത്തശ്ശിക്കും അച്ഛനും മറ്റുള്ളവർക്കും അവരെ അവൾ പരിചയപ്പെടുത്തി കൊടുത്തു. ശ്രീദേവിക്ക് മനസ്സിലായി പണത്തിൻ്റെ യാതൊരു അഹങ്കാരമില്ലാത്ത സാധാരണ ആളുകളാണ് അവിടെ ഉള്ളതെന്ന്. കൂടാതെ അമ്മുവും ഗൗരി ആ കുടുംബത്തിൽ ആരാണെന്നെല്ലാം ശ്രീദേവി മനസ്സിലാക്കിയെടുത്തു. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും വലിയൊരു കൂട്ടുകുടുംബം കണ്ടിട്ട്. മിസ് എന്ന മോളിലേക്ക് പോയിക്കോളും, ഞാനിപ്പോൾ വരാമേ. അയ്യോ ഗൗരി, ഞാൻ തനിച്ചോ? അയ്യോ എൻ്റെ മിസ്സേ, അമ്മ മുകളിലുണ്ട്. മിസ് മുകളിലേക്ക് ഒന്ന് കാണുമ്പോഴത്തേക്കും ഞാനിപ്പോൾ എത്താം. ശരി. അതുമാണ് ശ്രീദേവി മുകളിലേക്ക് കയറിപ്പോയി. മുകളിലെത്തിയതും പെട്ടെന്നാണ് ഒരു കുഞ്ഞു പാദസരത്തിൻ്റെ ശബ്ദം കേട്ടത്. അവൾ നോക്കുമ്പോൾ ഒരു ഡോറിൻ്റെ അടുത്ത് ആരോ കാത്തു നിൽക്കുന്ന പോലെ ഒരു കുഞ്ഞു മോളെ കണ്ടപ്പോൾ ശ്രീദേവിക്ക് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഓമനത്തം തോന്നി. വാവേ, എന്തവിടെ തനിച്ച് നിൽക്കുന്നത്? പക്ഷേ ആ കുഞ്ഞവളുടെ വെള്ളക്കൽ മൂക്കുത്തിയിലേക്കും പിന്നീട് അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിലേക്കും മാറി മാറി നോക്കി. വാവയ്ക്ക് എന്താ, ഫോൺ വേണോ? അതും ചോദിച്ചവൾ ഫോൺ കെടുത്തു. കുഞ്ഞ് അതും വാങ്ങി എതിർവശത്തായി കാണുന്ന മുറിയിലേക്ക് ഓടിക്കയറി. അയ്യോ വാവേ, എൻ്റെ ഫോൺ തായോ? അതും പറഞ്ഞ് ശ്രീദേവി കുഞ്ഞിൻ്റെ പുറകെ ഓടി റൂമിലേക്ക് കയറി കുഞ്ഞിനെ വാരിയെടുത്തു. അയ്യടി കുറുമ്പി, എൻ്റെ ഫോണും കൊണ്ട് ഓടിയാണ് നീ. ഈ സമയമാണ് ആദ്യം ഒരു ടവല് മാത്രം എടുത്ത് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ബാത്റൂം ഡോർ ഓർക്കുന്ന ശബ്ദം കേട്ടതും ശ്രീദേവി അങ്ങോട്ട് നോക്കിയതും ആദ്യം അവളെ കണ്ടതും ഒരേ സമയമായിരുന്നു. ആദിക്ക് പെട്ടെന്ന് തന്നെ മുറിയിലൊരു അപരിചിതയെ കണ്ടപ്പോൾ ഷോക്കായിപ്പോയി. ശ്രീദേവി ആകെ വല്ലാണ്ടായി. ആദ്യ വേഗം സ്റ്റാൻഡിലുണ്ടായിരുന്ന ടവലെടുത്ത് തൻ്റെ ദേഹത്തിട്ടുണ്ട് അവളോടായി ചോദിച്ചു. ആരാ? അവൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടതും ദേവി ആകെ പതറി. അത് പിന്നെ അവൾ അവനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷെ പേടിയുണ്ട് അവൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയിൽ ശ്രീദേവി മറ്റൊന്നും ചിന്തിക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഓടി. ഡേ, അവളുടെ പിറകെ ഡോർ വരെ അവനും ഓടി. എന്നാലും അത് ഏതവളാ? അതും എൻ്റെ റൂമിലേക്ക് ചോദിക്കാതെ പറയാൻ കയറി വന്ന്. അവൻ അല്പസമയം കൂടി അവിടെ നിന്ന് അവളെ നോക്കിയെങ്കിലും ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലായിരുന്നു. ശ്രീദേവി ഓടിക്കതച്ച് പാഞ്ഞു വന്ന് നമ്മുടെ അമ്മുവിൻ്റെ മുമ്പിലായിരുന്നു. അയ്യോ മിസ്, മിസ് എന്തിനെങ്കിലും ഓടി വരുന്നത്? എന്തു പറ്റി? അമ്മു വ്യാകുലതയോടെ അവരോടായി ചോദിച്ചു. അതൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ കാണാതെ ഇപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചു. ശ്രീദേവി ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പോൾ കൈകൊണ്ട് തുടച്ചുകൊണ്ട് അമ്മുവിനോടായി പറഞ്ഞു. ഹോ, അതാണോ? ഞാൻ പേടിച്ചു പോയി. അമ്മു ഒരു ആശ്വാസത്തോടെ ശ്രീദേവിയോടായി പറഞ്ഞു. അമ്മുവിനോട് സംസാരിക്കുമ്പോൾ ശ്രീദേവിയുടെ മനസ്സിൽ ആദിയായിരുന്നു. ആരായിരിക്കും അത്? ആ ചിന്ത പലപ്പോഴായി അവളിൽ ഉയർന്നു വന്നു. പിന്നീട് അമ്മുവിൻ്റെ സംസാരത്തിൽ അവൾ പതിയത് മറന്നുപോയി. പിന്നീട് കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നതിന് ശേഷമാണ് ശ്രീദേവി തിരിച്ചവളുടെ വീട്ടിലേക്ക് പോയത്. ദിവസങ്ങൾ പിന്നെ ഓടി മറഞ്ഞു. കാശിയുടെയും ഗൗരിയുടെയും പ്രണയം കൂടുതൽ ദൃഢമായി തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഗായത്രി ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ചെന്നൈയിലേക്ക് പോയി. അതൊരു വിധത്തിൽ അമ്മുവിന് ഗുണമായി എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ ഓഫീസിൽ നിന്ന് എന്തോ ലാപ്ടോപ്പിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യാണ് കാശി. പെട്ടെന്നാണ് അവൻ്റെ മൊബൈൽ റിങ് ചെയ്ത്. ഹലോ, കാശി ഹിയർ. ഹലോ കാശി, ഓർമ്മയുണ്ടോ ഈ ശബ്ദം? സത്യത്തിൽ മറുതരക്കുള്ള ആളെ കാശിക്ക് മനസ്സിലായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അവൻ സംശയത്തോടെ ആ ശബ്ദത്തെ ഗ്രഹിക്കാൻ തുടങ്ങി. ഓക്കെ, ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. നീ ഇങ്ങനെ തലവെക്കണ്ട. ദീപക് ദേവ്. ദീപകിൻ്റെ പേര് കേട്ടതും കാശിയുടെ മുഖമെല്ലാം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. എന്തിനാ നീ ഇപ്പം എന്നെ വിളിച്ച്? കാശി കുറച്ച് ഗൗരവത്തോടെ അവനോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ കുറച്ചു മുന്നേ കേട്ടു നിന്റെ എന്തോ അമൂല്യമായ വസ്തു കാണാതായി പോയെന്ന്. എന്നിട്ട് നീ അത് അറിഞ്ഞില്ലേ കാശി? ദീപകിൻ്റെ സംസാരം കേട്ടതും കാശിയുടെ കണ്ണുകളൊന്നും സംശയത്താൽ ചുരുങ്ങി. അവൻ്റെ മനസ്സിലൊരു അപായമണി മുഴങ്ങി. തനിക്ക് വേണ്ടപ്പെട്ടവരുടെ മുഖങ്ങളെല്ലാം അവൻ്റെ മുന്നിലൂടെ പാഞ്ഞുപോയി. അവസാനം ഗൗരിയുടെ മുഖം മനസ്സിൽ വന്നു. അവൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി. ആഹാ, കാശിനാഥന് മനസ്സിലായല്ലോ അല്ലേ എന്താണ് കളഞ്ഞുപോയ അമൂല്യ വസ്തു എന്ന്? നീ എന്ത് കരുതിയടാ? അന്ന് പട്ടിയെ തല്ലും പോലെ നീ എന്നെ തറവാട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലിയപ്പോൾ ഞാനതെല്ലാം കൊണ്ടുവന്ന് ഈ ഒരു അവസരത്തിന് വേണ്ടിയാ. മിസ്റ്റർ കാശിനാഥൻ IPS, നിന്നെക്കുറിച്ച് ഞാൻ കുറേ അന്വേഷിച്ചു. പോലീസ് സേനയിൽ ഒരു ഗർജിക്കുന്ന സിംഹാണലിടാം മോനെ നീ.
ദീപകിന്റെ വായിൽ നിന്ന് വീണ തെറി കേട്ടതും കാശി തന്റെ കൈമുഷ്ടിയിലൂട്ടി ടേബിൾ ശക്തമായി ഇടിച്ചു. അവിടെയുള്ള സാധനങ്ങളൊന്നും ദേഷ്യം കൊണ്ട് നശിപ്പിക്കേണ്ട കാശി. എന്തായാലും ഞാൻ നിന്നോട് ഇത് വിളിച്ചു പറഞ്ഞ എന്തിനാണെന്ന് അറിയോ? നിന്റെ ഇപ്പം മുതലുള്ള വാലിമേ തീ പിടിച്ചിട്ടുള്ള ഓട്ടം കാണാൻ വേണ്ടി തന്നെയാ. ഇനിയുണ്ട് നിന്റെ ഒരുപാട് കളഞ്ഞുപോയ വസ്തുക്കൾ. അതെന്തൊക്കെയാണെന്ന് വൈകാതെ നീ തിരിച്ചറിയും. ദീപക്, നീ നിന്റെ കോളച്ചിരുന്നത്തിൽ നിനക്കെന്താണ് വേണ്ടെന്ന് ആദ്യം പറ. പിന്നെ എന്റെ ഗൗരിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നാളത്തെ സൂര്യോദയം നീ കാണില്ല. അത് കാശിനാഥന്റെ ഉറപ്പാ. അങ്ങനത്തെ വലിയ ഉറപ്പുകളൊന്നും എടുക്കല്ലേ കാശിനാഥ. യു നോ വൺ തിങ്, നിന്റെ ഗൗരിയില്ലേ, അവള് ഞാൻ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പപ്പയുടെ മൊബൈലിൽ ഒരു പിക്കിൽ നിന്നാ. എന്താ പറയാ, ഞാൻ അപ്പം തന്നെ ഫ്ലാറ്റായി പോയി. ഷീ സോ സെക്സി ആൻഡ് ഹോട്ട്. വേണ്ട കാശി, നീ അധികം അലറണ്ട. നിനക്കൊരു കാര്യം അറിയോ, അവളിപ്പോൾ എൻ്റെ തൊട്ട് കയ്യെത്തും ദൂരത്തുണ്ട്. ഇപ്പോൾ ഫോണിൽ കൂടി ഞാൻ നിനക്കെന്ന ഉമ്മയുണ്ടല്ലോ, അത് വേണമെങ്കിൽ എനിക്കിപ്പോൾ നേരിട്ട് കൊടുക്കാം. കാണണം നിനക്കത്? അത് ചോദിക്കുമ്പോൾ ദീപകിൻ്റെ മുഖം ആകെ വന്യതയാർന്നിരുന്നു. കാശിക്ക് തൻ്റെ ഹൃദയം പടപടാൻ ഇടിക്കുന്ന പോലെ തോന്നി. എന്തൊക്കെയോ ദുരന്തങ്ങൾ വരാനുള്ള പോലെ അവൻ്റെ മനസ്സാ കലുഷിതമായി. എന്താടാ കാശിനാഥ ഒന്നും മിണ്ടാ നിൽക്കുന്നു? നിന്റെ നാവിറങ്ങിപ്പോയോ? നോക്ക് ദീപക്, തന്തക്ക് പറഞ്ഞാണെങ്കിൽ നേർക്ക് നേർന്ന് പോരാട്. അല്ലാതെ ബീരുക്കളെ പോലെ വീട്ടിലെ സ്ത്രീകളെ വെച്ചിട്ടുള്ള കളിക്കേണ്ടത്. ഞാൻ നല്ല അസല് തന്തക്ക് പറഞ്ഞവൻ തന്നെയാടാ കാശിനാഥ. പക്ഷെ ഗൗരി, അവളെ കിട്ടാൻ ഞാൻ എന്ത് കളിയും കളിക്കും. കാരണം ഗൗരി എന്ന് പറഞ്ഞ ഒരു കിക്കാണ്ടാ. അത് നിനക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കാശിനാഥ. ദീപക് ഒരു വഷളഞ്ചിയോടുകൂടി കാശിയോടായി പറഞ്ഞു. കാശിയുടെ നെറ്റിയിലെ ഞരമ്പുകളെല്ലാം ദേഷ്യം കൊണ്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ കാശി അവൻ്റെ നമ്പർ ഋഷിക്ക് അയച്ചു കൊടുത്ത് ട്രേസ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകി. അപ്പോൾ കാശി, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എൻ്റെ നമ്പർ വല്ലാണ്ട് ട്രേസ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട. ഞാൻ നിനക്കെൻ്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. നീ വരണം. പിന്നെ നിൻ്റെ പോലീസ് സേനയും കൊണ്ട് വന്നാൽ പിന്നെ ഗൗരിയുടെ ചിതാഭസ്മം പോലും നിനക്ക് കിട്ടില്ല. പകരം നീ വരണം നിൻ്റെ ഏട്ടന്മാരെയും അനുജന്മാരെയും കൊണ്ട്. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട്. ഞങ്ങൾക്കോ? കാശി ഒരു സംശയത്തോടെ ദീപകിനോടായി ചോദിച്ചു. അതൊക്കെ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും കാശി. ബി ഗെറ്റ് റെഡി. അത്രയും പറഞ്ഞ് ദീപക് ഫോൺ കട്ട് ചെയ്തു. ഗൗരി! അവളെ ഓർക്കുന്തോറും കാശിയുടെ കണ്ണിൽ നിന്ന് രക്തമാണ് ഒഴുകുന്നതെന്ന് തോന്നിപ്പോവും. അപ്പോഴേക്ക് ഋഷി ഓടിക്കഴിച്ച് അങ്ങോട്ട് വന്നിരുന്നു. കാശി, എന്താണ് പറ്റി? നീ എന്തിനാണ് നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞേ? കാശിയുടെ എല്ലാം തകർന്നപ്പോൾ ഇരിപ്പ് വേണ്ടതും ഋഷിക്ക് എന്തോ പന്തിയേട് തോന്നി. അവൻ പതിയെ വന്ന് അവൻ്റെ ഷോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, എന്താടാ, എന്താ പറ്റിയത്? കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കാശി ഋഷിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗൗരി ഈസ് കിഡ്നാപ്ഡ് ദീപക്. വാട്ട്? നോ! അതെടാ, കുറച്ചു മുന്നേ പണം വിളിച്ചിരുന്നു. അവർ ഋഷിയോട് ദീപക് പറഞ്ഞെല്ലാം പറഞ്ഞു കൊടുത്തു. ചതിച്ചല്ലോടാ, മൂർഖം പാമ്പിനെ നീ നോവിച്ചു വിട്ട്. അവരങ്ങനെ വെറുതെ വിടാൻ പാടില്ല കാശി. തൊട്ട് കളിച്ച് നമ്മുടെ ഗൗരിയാ. അവൻ ഇനി ഈ ഭൂമുഖത്ത് വേണ്ട. അല്ലേടാ? അത് പറയുമ്പോൾ ഋഷിയുടെ മുഖം വന്യതയാർന്നിരുന്നു. ആ വന്യത കാശിയുടെ മുഖത്തും കാണാമായിരുന്നു. കണ്ണുകൾക്ക് വല്ലാത്ത ഭാരം തോന്നുപോലെ തോന്നി ഗൗരിക്ക്. എങ്കിലും അവൾ ശ്രമപ്പെട്ട് കണ്ണുകൾ തുറന്നു നോക്കി. ചുറ്റും അന്ധകാരം മാത്രം. ഇതുപോലൊരവസ്ഥ മുമ്പ് അവൾക്കുണ്ടായിരുന്നു. അവൾ ഓർത്തു, സാന്ദ്ര കാരണം. ഇപ്പോൾ സാന്ദ്രയ്ക്ക് പകരം ദീപക്. അവൾ കണ്ടിരുന്നു, ഓർമ്മ പോകുന്നതിന് മുന്നേ തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്ന ദീപക്കിന്. ഇത്തവണയും തന്നെ രക്ഷിക്കാൻ തൻ്റെ പ്രണയം വരുമെന്ന് അവൾ ഉറച്ച് വിശ്വസിച്ചു. എങ്കിലും അവളുടെ ഹൃദയം അകാരണമായി മിടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആരോ കതക് തുറന്നു. ഒരു മൂളിപ്പാട്ടും പാടി അകത്തേക്ക് കയറി വരുന്ന ദീപക്കിനെ കണ്ടതും അവളിൽ പേടി നിറഞ്ഞു. ഏയ് ബേബി ഗേൾ, ഉണർന്നോ നീ? ഞാൻ എത്ര നേരമായെന്നോ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. ദീപക് ഒരു നാണത്തോട് ഗൗരിയോടായി പറഞ്ഞു. ആക്ച്വലി ഞാനായിരുന്നു ബേബി ഗേൾ നിന്നെ മാരേജ് ചെയ്യേണ്ടത്. ബട്ട് എന്ത് ചെയ്യാം, ഫെയ്ത്ത്. അവൻ കാശിനാഥനാണ് നിന്നെ വിധിച്ച്. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട് ബേബി ഗേൾ. എന്താണെന്നോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെങ്കിലും തട്ടിയെടുത്താൽ അവൻ്റെ കയ്യിൽ നിന്ന് ഞാനത് പിടിച്ചു വാങ്ങും. അതുമാത്രമോ, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വസ്തു തട്ടിയെടുത്തവനെ ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് കൊല്ലാകൊല ചെയ്യും. അതാണ് ദീപക്. അവൻ്റെ പ്രാന്തമായ കൈകൾ കൊണ്ടുള്ള ചേഷ്ടകളും കളികളും കണ്ട് ഗൗരിയിൽ പേടിയുടെ വന്നു. അവന് പ്രാന്തുണ്ടോയെന്ന് പോലും ഗൗരി സംശയിച്ചു. ഗൗരിയുടെ മുഖത്തിനോട് അടുപ്പിച്ച് തൊട്ടില്ലെന്ന പോലെ നിന്ന് ദീപക് അവളോടായി ചോദിച്ചു, എന്താ ബേബികൾ നീ എന്നെ ഇങ്ങനെ നോക്കുന്നു? ഒരു വശ്യമായ പുഞ്ചിരിയോടെ ദീപക് ഗൗരിയോടായി ചോദിച്ചു. പെട്ടെന്ന് ദീപക് തൻ്റെ അടുക്കിലേക്ക് വന്ന് അങ്ങനെ ചോദിച്ചു. ഗൗരി വെറുപ്പോടെ മുഖം തിരിച്ചു. ഓ, എന്താ ബേബികൾ നീ ഇങ്ങനെ?
ഞാൻ എത്ര സന്തോഷത്തോടെയാണ് നിന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് നീ എൻ്റെ നേർക്ക് മുഖം തിരിക്കുകയാണോ? നോ നോ നോ, ഞാനിനി അങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നീ മുഖം തിരിക്കരുത്, കേട്ടല്ലോ ബേബികൾ? അങ്ങനെ തിരിച്ചാ. ദീപക്കിന്റെ മുഖത്ത് വന്യതയാർന്ന ഭാവങ്ങൾ കണ്ടത് ഗൗരിയിൽ വല്ലാത്ത ഭയം പൊട്ടിപ്പുറപ്പെട്ടു. എടാ കാശി, ഇത് തന്നെയാണോ ആ പ്രാന്തനാച്ച ലൊക്കേഷൻ? എടാ, ഇത് വളരെ അപകടം പിടിച്ച മേഖലയാണല്ലോ. ഇങ്ങോട്ടൊന്നും മനുഷ്യക്കുഞ്ഞു പോലും തനിച്ച് വരില്ല. നിനക്കറിയില്ലടാ, ഇതിനപ്പുറത്ത് വലിയൊരു താഴ്വാര. അതിലേക്ക് അങ്ങനെ ആരെങ്കിലും വീണ്ടുണ്ടെങ്കിൽ പിന്നീട് പൊടി പോലും കിട്ടില്ല. എന്തിനാടാ അവൻ നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവുക? സൂക്ഷിച്ച് വേണം കാശി, നമ്മൾ മുന്നോട്ട് ഓരോ അടി എടുത്തു വയ്ക്കാം. അറിഞ്ഞുകൊണ്ട് അവൻ്റെ വായിലേക്ക് ചെന്ന് നിന്ന് കൊടുക്കരുത്. അറിയാണ്ട ഋഷി, പക്ഷെ എന്തു ചെയ്യാം, എനിക്ക് പോയാലേ പറ്റൂ. അത് പറയുമ്പോൾ അവൻ്റെ തൊണ്ടയിടറിയിരുന്നു. കാശി സൂക്ഷിക്കണേടാ, മുന്നിൽ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ല ജീവികളുണ്ടോ എന്നൊന്നും അറിയില്ല, അജു അവനോടായി പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത നമ്മളെല്ലാവരോടും വരാൻ പറഞ്ഞ എന്തിനാണെന്നാ അറിയില്ല ഏട്ടാ. എന്തായാലും ഇന്ന് അവൻ്റെ അവസാനമായിരിക്കും. അത് പറയുമ്പോൾ കാശിയുടെ മുഖമെല്ലാം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. അവർ മുന്നോട്ട് പോകും തോറും കാടിനകമായതിനാൽ വെളിച്ചം നന്നേ കുറവായിരുന്നു. കുറച്ച് ഉള്ളോട്ട് നടന്ന് കണ്ടു ആൾപ്പാർപ്പില്ലാത്തൊരു പൊളിഞ്ഞ കെട്ടിടം. പിന്നീട് സൂക്ഷിച്ചാണ് അജുവും കാശിയും ഋഷിയും ആരവും ആദ്യമെല്ലാം ഉള്ളിലേക്ക് കയറി ചെന്നത്. അകത്തേക്ക് കയറിയതും കണ്ടു പിന്തിരിഞ്ഞ കസേരയിൽ ആരും ഇരിക്കുന്നു. വെളിച്ചം കുറവായതിനാലും പിന്തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടും ആരാണതെന്ന് അവർക്ക് ഒട്ടും മനസ്സിലായില്ല. വെൽക്കം വെൽക്കം, അതും പറഞ്ഞ് പിന്തിരിഞ്ഞിരിക്കുന്ന ആൾ അവർക്ക് നേരെ എണീറ്റ് നിന്നു. അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും ഋഷിയും കാശിയും ആരവുമെല്ലാം നന്നായിട്ടൊന്ന് പകച്ചു. ഫ്രെഡി? അതെ, ഫ്രെഡി തന്നെ. എന്തായാലും കുറച്ചു കാലമായിട്ട് നിങ്ങളെല്ലാവരും എനിക്കൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക. അതെന്തായാലും ഒത്തുവന്നല്ലോ, സന്തോഷം. ഫ്രെഡി, നീ കളിക്കാൻ നിൽക്കല്ലേ? എൻ്റെ ഗൗരിയോടെ എനിക്കവിടെ വേണം. അടങ്ങ് കാശി സാറേ. സാറ് പറയുമ്പോഴത്തേക്കും സാറിൻ്റെ പെണ്ണുമ്പിളെ കൊണ്ടുവരാൻ ഞാൻ സാറിൻ്റെ കീഴുദ്യോഗസ്ഥനോ വേലക്കാരനോ എന്നല്ല, ഫ്രെഡിയാ, ഫ്രെഡി. എന്തായാലും സാറിൻ്റെ ഭാര്യ കൊള്ളാം, ഒരു പാവം പൂച്ചക്കുട്ടി. എന്തു ചെയ്യാം, ചെന്നുപെട്ട് സിംഹത്തിൻ്റെ മടയിലല്ലേ. അടങ്ങ് സാറേ, വല്ലാണ്ട് കിടന്ന് കുറയ്ക്കണ്ട. സാറിൻ്റെ ശബ്ദം തന്നെ എന്നേക്കുമായി നിലച്ചു പോവും. ഫ്രെഡി കാശിയെ പുച്ഛിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കാശി വല്ലാതെ പാടുപെട്ടു. അവൻ്റെ കൈകളിലെ ഞരമ്പും മുഖവും കണ്ണുകളുമെല്ലാം ദേഷ്യത്താൽ ചുവന്ന് തുടുത്തിരുന്നു. ദേഷ്യമടക്കാൻ കഴിയാതെ കാശി തൻ്റെ മുടികൾക്കിടയിലൂടെ കൈകൾ കടത്തി സ്വയം പിടിച്ചു വലിച്ചു. കാശിയുടെ അവസ്ഥ കണ്ട് ഫ്രെഡിക്ക് വല്ലാത്തൊരു മനസ്സുഖം കിട്ടി. പെട്ടെന്നാണ് ആരോ ചൂളം വിളിച്ച് വരുന്ന പോലെയാണ് തോന്നിയത്. പിന്നീട് ആ ശബ്ദം അടുത്തേക്ക് വരുന്നതായി അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു പാൻറ്റിൻ്റെ പോക്കറ്റിൽ 2 കൈകളും ഇട്ട് ചൂളം വിളിച്ചുകൊണ്ട് നടന്നു വരുന്ന ദീപകിനെ കണ്ടതും കാശിയുടെ എല്ലാ നിയന്ത്രണങ്ങളും പോയി. അവൻ പാഞ്ഞു വന്ന് ദീപകിനെ കോൾ പിടിച്ചുകൊണ്ട് അവനോട് അലറിക്കൊണ്ട് ചോദിച്ചു, എവിടെടാ എൻ്റെ ഗൗരി? പറടാ മോനെ. ഏയ് കൂൾ മാൻ. ദീപക് കാശി തന്നെ ഷർട്ടിൽ പിടിച്ച കൈകൾ വിടുവിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. നീ ഇതെന്തിനാ കാശി ഇത്രയും റൈസാവുന്നു? നമ്മളെല്ലാം പറഞ്ഞു തീർക്കാൻ എന്നേക്കുമായിട്ടെല്ലാം അവസാനിപ്പിക്കാനല്ലേ ഇങ്ങോട്ട് വന്നു തന്നെ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നത്? കാശിക്ക് തൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. അവൻ പാഞ്ഞു വന്ന് തൻ്റെ വലത് കൈകൂടെ ദീപകിൻ്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു. എവിടെടാ ഗൗരി? പറയാൻ. ദീപകിൻ്റെ ചുണ്ടുകൾ പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഫ്രെഡി കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളോടായി ആജ്ഞാപിച്ചു, തല്ലിക്കൊല്ലട എല്ലാത്തിനെയും, ഒന്നുപോലും ജീവനോടെ പുറത്തു പോകരുത്. കേൾക്കേണ്ട താമസം ഗുണ്ടകൾ ആദ്യം അജുവും ആരും കാശിയും ദീപക്കും ഫ്രെഡിയും എല്ലാം പൊരിഞ്ഞ പോരാട്ടത്തിലായി. ഒന്നിനൊന്ന് മെച്ചമായി മാണിക്യമംഗലത്തെ ആൺസിംഹങ്ങൾ ശരിക്കും പൊരുതി നിന്നു. ദീപകിന് കാശിയുടെ അടി താങ്ങാൻ സാധിച്ചില്ല. അവൻ മുഖമടച്ച് നിലത്തേക്ക് വീണു. ഒരു നിമിഷം പുറകോട്ട് തിരിഞ്ഞു നോക്കിയ കാശി കാണുന്ന ഒരു ഇരുമ്പുതണ്ടുമായി ആരവിനെ അടിക്കാൻ ഓടി വരുന്ന ഫ്രെഡിയെയാണ്. കാശി അത് കണ്ടതും തൻ്റെ കാലിൻ്റെ സോക്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന റിവോൾവർ എടുത്ത് ഫ്രെഡിക്ക് നേരെ നിറയൊഴിച്ചു. ദീപക് ഒരു നിമിഷം പതറിപ്പോയി. ചത്തുമലച്ച് കിടക്കുന്ന ഫ്രെഡിയെ കണ്ടതും അവനിൽ ഭയമേറി. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അടികൊണ്ട് അവൻ്റെ ദേഹമാകെ തളർന്നിരുന്നു. പെട്ടെന്നാണ് കാശി അവൻ്റെ അടുക്കിലേക്ക് പാഞ്ഞു വന്നത്. നിനക്കാത്തതിനാൽ കാശി അവൻ ചവിട്ടി തെറിപ്പിച്ചു. എങ്ങനെയൊക്കെയോ കാശി അജു ആദ്യം ചേർന്ന് എണീപ്പിച്ച് നിർത്തി. അപ്പോഴേക്കും ദീപക് പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു. അവൻ്റെ പുറകെ തന്നെ വൈകാതെ ബാക്കിയുള്ള 5 പേര് ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം അവരെല്ലാവരും പകച്ചുപോയി. അവരുടെ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ കാണാമായിരുന്നു. ആഴമേറിയ താഴ്വാരത്തിൻ്റെ തൊട്ടടുത്തായി ഗൗരിയുടെ കഴുത്തിലൂടെ കൈകൾ ചേർത്ത് ഒരു പ്രാന്തനെ പോലെ നിൽക്കുന്ന ദീപകിനെ കണ്ടതും അവരെല്ലാവരും ഒന്ന് വിറച്ച്. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാശിയേട്ടാ. ഗൗരിമോളെ. കാശിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നോക്ക് ദീപക്, നീ എന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നത്? അവളെ വിട്. ആദ്യ ദീപുവിനോടായി പറഞ്ഞു.
ഞാനാണോ ഭ്രാന്ത് കാണിക്കുന്നത്? നിങ്ങളെല്ലാവരും എന്നിൽ നിന്നും ഗൗരിയെ വേർപെടുത്താൻ ശ്രമിക്കുന്നത്. അവൾ എൻ്റേതാ. തൻ്റെ വായിലുണ്ടായിരുന്ന ചോര തുപ്പിക്കൊണ്ട് ചുണ്ടുകൾ തുടച്ചുകൊണ്ട് ദീപക് പറഞ്ഞു. ഞാൻ മോഹിച്ചതാ അവളെ. അവളാ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദീപക് ഒരു പ്രാന്തനെ പോലെ അലറി. ഈ സമയം ഋഷിയും കാശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ കാശിനാഥൻ, നീ നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിക്കാമെന്ന് കരുതണ്ട. അങ്ങനെ വല്ലതും നിന്റെ മനസ്സിൽ തിരിഞ്ഞാൽ പോലും എൻ്റെ കൈകൾ കൊണ്ട് ഞാനിവിടെ തള്ളി പുറകിലേക്കിടും. കാണും നിനക്കത്. അതും പറഞ്ഞ് ദീപക് ഗൗരി ഒന്നുകൂടി പിറകിലേക്ക് നീക്കി നിർത്തി. അപ്പോഴേക്കും പേടികൊണ്ട് ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. നോ നോ ദീപക്, പ്ലീസ്, നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ. അപ്പോഴേക്കും കാശി കരഞ്ഞു പോയിരുന്നു. കരയണോടാ, കരയണം. നീ മൂർക്കമ്പാമ്പിനെ തൊട്ടാ കളിച്ചത്. അത് നിനക്ക് എന്ന് ഓർമ്മ വേണം. നീ എന്ത് കരുതി ഞാനന്ന് പട്ടിയെ പോലെ തല്ലുവാങ്ങി വെറുതെ അങ്ങ് പോകുമെന്നോ? ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്രയോ ആയി കാത്തിരിക്കുന്നു. പെട്ടെന്നാണ് ഒരു പട പോലീസ് തന്നെ അങ്ങോട്ട് വന്ന്. കാശി, അപ്പം നീ എൻ്റെ വാക്ക് തെറ്റിച്ചു അല്ലേടാ? ശരിക്കും സത്യത്തിൽ എങ്ങനെയാണ് അവിടെ പോലീസ് പട വന്നതെന്ന് കാശിക്ക് അറിയില്ലായിരുന്നു. ഋഷിയും കാശി അന്താളിച്ച് അവരെല്ലാം നോക്കിയിരുന്നു. പെട്ടെന്നാണ് അജി മുന്നോട്ടേക്ക് വന്നു. സാറെങ്ങനെ ഇവിടെ? കാശി ഒരു പകപ്പോടെ അയാളോട് ചോദിച്ചു. മിനിസ്റ്ററിന്റെ ഉത്തരവാണ് എങ്ങനെയും ഗൗരിയെ രക്ഷിക്കണം എന്നുള്ളത്. അത് കേട്ടതും കാശി അറിയാതെ കണ്ണടച്ചു പോയി. വല്യച്ഛനോടപ്പോൾ പറയേണ്ടിയിരുന്നില്ലെന്ന് പോലും കാശിക്ക് തോന്നി. കാശി, നീ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. എന്നെ കൊടുക്കാന്നുള്ള വ്യാമോഹം നിനക്ക് വേണ്ട. ഞാൻ പോകുമ്പോൾ ഇവിടെയും കൊണ്ടുപോകും. ദീപക് ഒരു പ്രാന്തനെ പോലെ അറിയിക്കൊണ്ട് അവരോടായി പറഞ്ഞു. പെട്ടെന്നാണ് ഐജിയുടെ കൂടെ ഉണ്ടായിരുന്ന കമാൻഡോസ് ദീപകിന്റെ ശ്രദ്ധ തിരിഞ്ഞു അവന്റെ തോളായി ഷൂട്ട് ചെയ്ത്. അവന്റെ ശരീരത്തിൽ നിന്ന് ചുടുചോര ഗൗരിയുടെ മുഖത്തേക്ക് അവന്റെ മുഖത്തേക്കും തെറിച്ചു. ദേഷ്യം വന്ന ദീപക് മറ്റൊന്നും ചിന്തിക്കാതെ ഗൗരിയെ താഴ്വാരത്തിലേക്ക് തള്ളിയിട്ടു. മറു സൈഡിലേക്ക് അവനും വീണു. വായുവിൽ നിന്ന് താഴോട്ട് ഉതിർന്നു വീഴുമ്പോഴും ഗൗരി കണ്ടിരുന്നു കരഞ്ഞുകൊണ്ട് തന്റെ അടുക്കിലേക്ക് പാഞ്ഞു വരുന്ന തന്റെ കാശിയേട്ടൻ. 8 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലരി. രാവിലെ തന്നെ മാണിക്യമംഗലം തറവാട് മുമ്പിൽ എത്തിച്ചേർന്ന പോലീസ് ജീപ്പ് കണ്ടതും അജു വേഗം ആരാണെന്ന് നോക്കാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ജീപ്പിൽ നിന്നിറങ്ങി വരുന്ന ഋഷിയെ കണ്ടതും അവന് പെട്ടെന്ന് പോലീസ് യൂണിഫോമിൽ വരുന്ന കാശിയെ ഓർമ്മ വന്നു. അജുവിന്റെ മുമ്പിൽ ഋഷി വന്നിട്ടും എന്തോ ആലോചിച്ച് നിൽക്കുന്ന അജുവിനെ ഋഷി തട്ടി വിളിച്ചു. എന്തോ പറ്റിയ ചേട്ടാ, എന്തെങ്കിലും ആലോചിക്കുന്നത്? അതൊന്നുമില്ല, പെട്ടെന്ന് നിന്നെ പോലീസ് യൂണിഫോം കണ്ടപ്പോൾ ഞാൻ എൻ്റെ കാശിയെ ഓർത്തു. എങ്ങനെ നടന്ന പയ്യനായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പറയുമ്പോൾ അജുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയിറങ്ങി. എല്ലാം ശരിയാവും ചേട്ടാ, അങ്ങനെയൊന്നും ദൈവത്തിന് നമ്മൾ കൈവിടാൻ സാധിക്കില്ല. എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്ന ഋഷി? ദൈവം. അവന് പുച്ഛം തോന്നി. നിനക്കറിയുന്നല്ലടാ, 8 മാസമായി ഞങ്ങളുടെ ഗൗരി മോളെ കാണാതായിട്ട്. പോലീസുകാരും മാധ്യമങ്ങളെല്ലാം അവൾ മരിച്ചുവെന്ന് വിധി എഴുതി. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഒരു പക്ഷേ ഞങ്ങളെക്കാൾ ഉപരി കാശിക്ക്. അവൻ ഇപ്പോഴും അവൾ തേടിയുള്ള അലച്ചിൽ തന്നെയല്ലേ. അറിയാത്ത നാടുകളില്ല, പോവാത്ത ഇടങ്ങളില്ല. അതുപോരാൻ പ്രൈവറ്റ് ടിക്കറ്റിംഗുമാരെ കൊണ്ടുള്ള അന്വേഷണം വേറെ. 8 മാസമായിട്ടൊരു പ്രതീക്ഷയുടെ തിരുനാളം പോലും കാണാനില്ല. ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയടാ ഗൗരി എന്നേക്കുമായി ഞങ്ങളെല്ലാം വിട്ടുപോയെന്ന്. എൻ്റെ കാശി ഇപ്പോൾ സതിയില്ലാത്ത ശിവഭഗവാനെ പോലെയാ. അവനും തേടി അലിക്കുക അവൻ്റെ ഗൗരിയെ. അവനൊന്ന് ചിരിച്ചിട്ട് എത്രയായിന്ന് അറിയടാ നിനക്ക്. ഗൗരിമോള് പോയതോടുകൂടി അവൻ്റെ ചിരിയും പോയി. എല്ലാവരോടും ദേഷ്യം, മനുഷ്യത്വത്തിൻ്റെ ഒരു കണി പോലും ഇപ്പോൾ ആ കാശിനാഥനില്ല. ഞങ്ങളോട് പോലും നല്ലവണ്ണം സംസാരിക്കാറ് കൂടിയില്ല. ഏതു നേരം മദ്യപാനം. എപ്പോഴെങ്കിലും രാത്രി കയറി വരും, പിന്നീട് എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരേട്ടനായി എനിക്ക് പോലും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയമാണ്. എനിക്ക് പേടിയാവുന്നു ഋഷി. എൻ്റെ അനിയൻ അവൻ കൈവിട്ടു പോകുമോ എന്നൊരു ഭയം. അപ്പോഴേക്കും അജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഋഷി കാണുകയായിരുന്നു അജുവിന് കാശിയോടുള്ള സ്നേഹം. അജുവിന് മാത്രമല്ല, ആരോ ആദി അവരെല്ലാവരും അവൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്. കാശി സത്യത്തിൽ അവരിൽ നിന്നെല്ലാം ഉൾവലിയല്ലേ ചെയ്യുന്നത്. അതാണ് സത്യം. അജു ഏട്ടാ, എല്ലാം ശരിയാവും. ഞാനെന്തായാലും അവനൊന്ന് കാണട്ടെ. ഇപ്പോൾ ഏകദേശം 2 മാസമായില്ലേ ഞാനൊന്ന് അവനെ കണ്ടിട്ട്. ഫോൺ വിളിച്ച് അവൻ എടുക്കില്ല. ഞാൻ പോയിട്ട് വരാം കേട്ടോ. സോറിടാ, ഞാൻ തന്നെ പിടിച്ചെടുത്ത് സംസാരിച്ച് എൻ്റെ സമയം കളഞ്ഞല്ലേ. അജു തൻ്റെ കൈകൾ കൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് ഋഷിയോടായി പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നും പറയില്ലേ. അജു ഏട്ടൻ എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. അത് പറഞ്ഞ് അവനെ തോളിൽ തട്ടി ഋഷി അകത്തേക്ക് കയറിപ്പോയി. കാശിയുടെ മുറിയിലെത്തിയതും അവൻ പതിയെ ഡോറ് തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി. റൂമെല്ലാം ഇരുട്ടിൽ അകപ്പെട്ടിരുന്ന പോലെ തോന്നി. കർട്ടൻ കൊണ്ട് റൂമെല്ലാം വെളിച്ചം വരാത്ത രീതിയിൽ മറച്ചിരുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണാം കട്ടിലിൻ്റെ ഒരറ്റത്തായിരിക്കുന്ന തൻ്റെ പ്രിയ കൂട്ടുകാരനെ. ഋഷി പതിയെ അവൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങി. തൻ്റെ കൈ കൊണ്ട് അവൻ്റെ ഷോൾഡറിൽ പതിയെ കൈവച്ചുകൊണ്ട് അവനെ വിളിച്ചു. കാശി. കാശി ഋഷിയെ പതിയും തിരിഞ്ഞു നോക്കി. സത്യത്തിൽ ഋഷിക്ക് കാശിയെ കണ്ടതും വല്ലാതെ നോവുണർന്നു.
തൻ്റെ പഴയ കാഴ്ചയിൽ നിന്നും ഒരു വിദൂര സാദൃശ്യമേ ഇപ്പോൾ ഉള്ള കാശിയിലുള്ളൂ. എടാ എന്താടാ ഇത്, നിന്റെ കോലം? അതിന് കാശിക്ക് അവനോട് തന്നെ ഒരു പുച്ഛം തോന്നി. ഇനി എന്തിനാടാ ഞാനിങ്ങനെ ജീവിക്കുന്നു? എൻ്റെ ജീവൻ പോയില്ലേ 8 മാസങ്ങൾക്ക് മുമ്പ്. കാശി പതിയെണീറ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗൗരിയുടെയും കാശിയുടെയും ഫ്രെയിം ചെയ്ത ഫോട്ടോ ടേബിളിന് മുകളിലേക്ക് വെച്ചു. നിനക്കറിയോ ഋഷി, ഞാൻ നിന്റെ ആ പഴയ കാശി മരിച്ചു പോയടാ. ഇതിപ്പോൾ പുതിയ കാശിയാ. ജീവനുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ ഗൗരി പോകുമ്പോൾ എൻ്റെ മനസ്സും കൊണ്ടാ പോയത്. അവളെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും അല്ലേടാ ഋഷി? അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ടമിടറിയിരുന്നു. എനിക്ക് പറ്റുന്നില്ലടാ അവളില്ലാതെ. എൻ്റെ ജീവൻ്റെ ഒരു തുടിപ്പല്ലായിരുന്നു അവൾ. അവളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് കൈവിട്ട് പോകുന്ന പോലെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മദ്യത്തെ പോലെ ഇപ്പോൾ കൂട്ടുപിടിച്ച് ഞാൻ ആകെ തകർന്നു പോയടാ. നിനക്കറിയോ ഋഷി, ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു പെൺകുട്ടിയെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുമെന്ന്. സാന്ദ്രയുള്ള പ്രണയമായിരുന്നില്ല എന്നത് ഗൗരിയെ ഞാൻ പ്രണയിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവളൊന്ന് ഞാൻ സ്നേഹിച്ച് തുടങ്ങിയതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ദൈവനിൽ നമ്മളെ പറിച്ചെറിഞ്ഞില്ലേടാ. പെട്ടെന്ന് കാശിയുടെ മുഖം വന്യതയിലേക്ക് മാറി. പറിച്ചെറിഞ്ഞതല്ലടാ, അല്ലടാ, അവൻ ഒറ്റൊരുത്തൻ കാരണ ഞാനിപ്പോ ഇങ്ങനെ നടക്കുന്നത്. വീടില്ലടാ, ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. ദീപക്. കാശിയുടെ വായിൽ കിടന്ന് ദീപകിന്റെ പേര് ഞെരിഞ്ഞാൻ പറഞ്ഞു. എടാ കാശി, ഞാനിപ്പോൾ വന്നു തന്നെ അത് പറയാനാ. എന്ത്? കാശി തന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ഋഷിയോട് ചോദിച്ചു. എടാ, അത് പിന്നെ അന്നത്തെ സമയത്ത് അവന് വെടിയേറ്റ കാര്യം നിനക്കറിയാലോ. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവന് നേരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് കൊണ്ടുപോയത്. അവൻ്റെ അച്ഛൻ എന്തൊക്കെയോ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ച് അവനെ പ്രാന്താണെന്ന് മുദ്രകുത്തി. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി അവൻ ഇന്ത്യ വിട്ട് പുറത്തു പോയതൊക്കെ നിനക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത്? അവൻ 2 ദിവസം കഴിഞ്ഞാൽ കൊച്ചിയിലെത്തും. ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു ബിസിനസ് ടീം വലിയ വമ്പന്മാരുള്ള വലിയൊരു മീറ്റിംഗ് ആണെന്നാണ് കേട്ടത്. പൂട്ടണടാ മോനെ, അവിടെ ചെന്ന് പൂട്ടണം. അത്രയും നേരം ഋഷി പറയുന്ന മാത്രം കേട്ടിരുന്ന കാശിയുടെ മുഖം വന്യതയിലൊന്ന് തിളങ്ങി. മനസ്സിലൂടെ ഗൗരി തെറിച്ച് താഴ്വാരത്തിലേക്ക് വീഴുന്ന ഓർമ്മയിൽ വന്നു. അത് ഓർക്കും തോറും അവൻ്റെ ഇരുകവിളുകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ദീപക്, ഞാൻ വരുന്നുണ്ട് നിന്റെ അവസാനത്തിനായി. അത് പറയുമ്പോൾ അവൻ വന്യതയാലൊന്ന് ചിരിച്ചു. മേഡം, ആ കുട്ടിയെ മറ്റു പല ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ മംഗളത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കാലമായാലും ആയുർവേദം നോക്കുന്നു. ഇനി നമുക്ക് അലോപ്പതി നോക്കാം. എല്ലാം മാഡത്തിൻ്റെ അഭിപ്രായങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്തോളൂ ഡോക്ടർ സായി. എനിക്ക് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ ഒന്ന് റിക്കവർ ചെയ്ത് കണ്ടാൽ മതി. സായി തന്നെ മുന്നിലിരിക്കുന്ന ഡോക്ടർ ലക്ഷ്മിഭദ്ര രുദ്രാക്ഷവർമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഡോക്ടർ ലക്ഷ്മിഭദ്ര, വേൾഡിലെ തന്നെ നമ്പർ 1 ബിസിനസ്മാനായ രുദ്രാക്ഷ ദേവവർമ്മയുടെ ഭാര്യ. ഗൗരിയെ പോലെ തന്നെ ഒരു പാവം പെൺകുട്ടിയാണ് ലക്ഷ്മി. എല്ലാവരോടും അനുകമ്പയുള്ളവൾ, തന്നാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്യാൻ മനസ്സാൽ സന്നദ്ധ പ്രകടിപ്പിക്കുന്നവൾ. എല്ലാവർക്കും ഇവൾ ലച്ചുവാണെങ്കിൽ രുദ്രന് മാത്രം ഭദ്രയാണ്. ലച്ചു, കഴിഞ്ഞില്ലേ നിന്റെ ഡ്യൂട്ടി? ഡോക്ടർ പ്രിയ അകത്തേക്ക് വരുമ്പോൾ എന്തോ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ലച്ചു. കഴിഞ്ഞു പ്രിയ, പക്ഷെ എനിക്ക് ആ പേഷ്യൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. ആര്? പാർവതിയുടെ കാര്യമാണോ? അതേടാ, 8 മാസമായി കൊണ്ടുവന്നിട്ട് ഇതുവരെ യാതൊരു പോസിറ്റീവ് റിക്കവറിയും കണ്ടില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെല്ലാം ചെയ്തില്ലേ. ആ കുട്ടി കോമയിൽ നിന്ന് റിക്കവർ ആയാൽ അതിൻ്റെ വീട് നാട് എവിടെയാണെന്ന് അറിയായിരുന്നു. നീ ഇങ്ങനെ സങ്കടപ്പെടില്ല ലച്ചു, എല്ലാം ശരിയാവും. ശരിയാക്കണം. ഒരു കാര്യം ചെയ്യും, ഞാനത് ആ കുട്ടിയെ കണ്ടിട്ട് വരാം. നീ നടന്നോ? ഓക്കേടാ. ലച്ചു നേരെ നമ്മുടെ ഗൗരി കിടക്കുന്ന മുറിയിലേക്ക് അയറി ചെന്നു. ദീർഘമായൊരു മയക്കത്തിനാണ് അവൾ. എന്നുണരുമെന്ന് ആർക്കും അറിയില്ല. ലച്ചു പതിയെ അടുത്തിരുന്നു പാർവിൻ്റെ മുടിൽ പതിയെ തലോടി. പാർവതി, നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എൻ്റെ പേര് ലക്ഷ്മി ഭദ്ര. നിനക്കെന്നെ ലച്ചു എന്ന് വിളിക്കാം. നിൻ്റെ പേര് പാർവിന്ന് ഞാൻ ഇട്ടതായിട്ടോ. യഥാർത്ഥത്തിൽ നിൻ്റെ പേരെന്താണ് മോളെ? എന്തോ അറിയില്ല, എനിക്ക് നിന്നെ കണ്ടപ്പോഴൊരു ആത്മബന്ധം. കഴിഞ്ഞ ഏതോ ജന്മത്തിൽ ഞാനും നീയായിട്ട് എന്തോ ഒരു ബന്ധമുള്ള പോലെ. നിനക്ക് അച്ഛനും അമ്മയും എല്ലാം ഉണ്ടോ? ഭർത്താവുണ്ടോ? നീ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കണ്ണുകൾ അടച്ചു കിടക്കുന്നുണ്ടെങ്കിലും നിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് നീ അനുഭവിക്കുന്ന മനസ്സിലെ വേദന. ഒന്ന് കണ്ണ് തുറന്നു നോക്കൂ പാറു, നിനക്കതിന് കഴിയും എന്ന് ഇതുപോലെ ലച്ചു വന്ന് അവളോട് സംസാരിക്കും. പക്ഷേ യാതൊരു പ്രതികരണം ഉണ്ടാവാറില്ല. അപ്പം ഞാൻ പോട്ടെ മോളെ, നാളെ വരാട്ടോ. അതും പറഞ്ഞ് ലച്ചു പാറുവിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് നോക്കുന്നുണ്ടായിരുന്നു. മാഡം, കുറച്ചു നേരിട്ട് നമ്മളാരോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ലച്ചു പതിയെ പുറത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്തുകൊണ്ട് അവൾക്കൊരു അപായ സൂചന തോന്നി. രാജു, വണ്ടി വേഗം സ്പീഡിൽ വിടും. ശരി വേണം. ഡ്രൈവർ കാർ സ്പീഡിൽ ഓടിച്ചു. പക്ഷേ അവരെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പുറകിൽ അവരെ ഫോളോ ചെയ്തു വന്ന കാർ കൊണ്ടു നിർത്തി. അതിൽ നിന്നിറങ്ങുന്ന ഗുണ്ടകളെ പോലെ തോന്നിക്കുന്നവരെ കണ്ടതും ലച്ചുവിന് പരിഭ്രാന്തി തോന്നി. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ കാറിൻ്റെ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി.
ഓടുന്നതിനിടയിൽ തന്നെ ലച്ചു എങ്ങനെയൊക്കെയോ രുദ്രനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് കാശിയുടെ ഫോൺ റിങ് ചെയ്ത് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. എടാ കാശി, നീ ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ കൊച്ചിയെത്തറായി ഋഷി. കുറച്ച് നേരത്തെ പുറപ്പെട്ടു. ഇപ്പോൾ ഏകദേശം രാത്രിയായി. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ടൗണിലെത്തും. എടാ സൂക്ഷിക്കണേ, അവൻ പഴയ ദീപക്കല്ല. അവൻ പഴയ ദീപക്കല്ലായിരിക്കും, പക്ഷേ കാശിനാഥൻ പുതിയ കാശിനാഥനാ. അവൻ്റെ അന്ത്യം കെട്ടിട്ട് ഞാനിനി മടങ്ങി വരികയുള്ളൂ. എടാ നീ തനിച്ച് എന്താ എന്നോട് പറയാതിരുന്നു? ഞാനും കൂടി വരുമായിരുന്നില്ലേ? വേണ്ടടാ, ഇത് ഞാനും അവൻ തമ്മിലുള്ള കണക്കാ. അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. പെട്ടെന്നാണ് കാശിയുടെ കാറിന് മുമ്പിലേക്ക് ഏതോ ഒരു പെൺകുട്ടി ഓടി വരുന്നവർ കാണുന്നു. എടാ ഋഷി, നീ ഫോൺ കട്ട് ചെയ്യ്, ഞാൻ പിന്നെ വിളിക്കാം. കാശി പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത് കാറിൻ്റെ ബ്രേക്ക് ഔട്ടി. ആ പെൺകുട്ടി കാശിയുടെ കാറിൻ്റെ ബോണ്ടിൽ വന്ന് ഇടിച്ചു നിന്നു. കാശി വേഗം പുറത്തേക്ക് ഇറങ്ങി ആ കുട്ടിയെ സൂക്ഷിച്ച് നോക്കി. സർ, സർ രക്ഷിക്കണം പ്ലീസ്, കുറച്ച് ഗുണ്ടകളെ പിടിച്ചുകൊണ്ടാൻ നോക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അപ്പോഴേക്കും ഗുണ്ടകൾ അവരുടെ അടുത്തെത്തിയിരുന്നു. എടേ, ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് പോവാന്ന് കരുതിയോടി. അതും പറഞ്ഞ ഗുണ്ടകളിൽ നേതാവെന്ന് തോന്നുന്നു ഒരുവൻ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു. വിടാലെ പറഞ്ഞു, സർ രക്ഷിക്കണം പ്ലീസ്. ലച്ചു കരഞ്ഞോട് കാശിയോടായി പറഞ്ഞു. ഏതവനാടി നിന്റെ പുതിയ രക്ഷകൻ? ഞങ്ങളൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ ഞങ്ങൾക്കറിയാം. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോ. എടാ ചള്ളു ചക്ക, ജീവനി കൊതിൻ്റെ തിരിഞ്ഞോടിക്കോ. അതാ നിനക്ക് നല്ലത്. നീയൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, മനസ്സിലായോ? ഗുണ്ടയിലൊരുവൻ കാശിയുടെ തോളിൽ പതിയെ തട്ടി. കാശി തോളിൽ തട്ടിയവൻ്റെ മുഖത്തേക്കും തൻ്റെ തോളിലേക്കും മാറി മാറി നോക്കി.